പുന്നപ്ര വയലാർ വലിയ ചുടുകാട്ടിൽ നിന്ന് വി.എസിന്റെയും ചന്ദ്രാനന്ദന്റെയും പേരുകൾ വെട്ടുന്നു. ഈ 2 പേരുകൾ വരാൻ പാടില്ല. എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ? അതിലിപ്പോൾ യഥാർത്ഥമായിട്ട് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM ഒരു തീരുമാനമെടുത്തു. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയൊക്കെ അവരുടെ പുന്നപ്രയിലുള്ള വലിയ ചുടുകാട്ടിൽ VS അച്യുതാനന്ദൻ്റെ സ്മാരകം ഉണ്ടാക്കണം. അതിന് ആദ്യം എതിർത്ത് CPI ആണ്. CPI-കാരൻ പറഞ്ഞാൽ ഒന്നും പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഒരു കാര്യം ചെയ്തു, പകരമായിട്ട് നിങ്ങൾ TV തോമസിൻ്റെ സ്മാരകം ഉണ്ടാക്കിയോ, ഞങ്ങൾക്ക് വിരോധമില്ല. കാരണം അവർ മറ്റൊരു പറയാൻ കാരണം, ഇവിടെ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ അത് കേവലം VS അച്യുതാനന്ദൻ്റെ സ്മാരകം മാത്രമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത് പാടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ കൂടി സ്മാരകം വേണം. അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം ചെയ്തു, വിരോധമൊന്നുമില്ല, നിങ്ങൾ TV തോമസിൻ്റെ ഉണ്ടാക്കിക്കോ. പക്ഷേ ആ സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന സംഭവം. PK ചന്ദ്രാനന്ദൻ എന്ന് പറയുന്ന CPM-ൻ്റെ തന്നെ നേതാവായിട്ടുള്ള മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ പറഞ്ഞിരിക്കുന്നു അവിടെ VS അച്യുതാനന്ദൻ്റെ സ്മാരകം പറ്റില്ല. എന്താ കാരണം? ഈ പറയുന്ന VS അച്യുതാനന്ദന് പുന്നപ്ര വയലാർ സമരമായിട്ട് പുലബന്ധം പോലും ഇല്ല. അത് ഈ വീട്ടുകാർ മാത്രമൊന്നുമല്ല, ഞാനത് നേരത്തെ എൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. VS അച്യുതാനന്ദൻ പുന്നപ്രയിൽ സമരം നടക്കുന്ന സമയത്ത് ആ സാധാരണക്കാരനെ സമരത്തിൻ്റെ മുന്നണിയിലേക്ക് തള്ളിവിട്ടിട്ട് അവിടെ പോയിട്ട് മറ്റേ എവിടെ പറയുന്ന മറ്റേ പാലയ്ക്കടുത്തുള്ള പൊൻകുന്നത്ത് പോയിട്ട് ഒളിച്ചിരുന്ന ആളുകൾ. അതായത് നമ്മുടെ PC ജോർജിൽ ഇപ്പോഴത്തെ ആ PC ജോർജിൻ്റെ പഴയ തറവാട് വീട്ടിൽ പോയിട്ട് ഒളിച്ചിരുന്ന ആളുടെ പേര് അത് VS അച്യുതാനന്ദൻ എന്നാ. അത്രയും മഹാതട്ടിപ്പുകാരനാ. എന്താ കാരണം? എന്നെ പോലീസ് പിടിച്ചാലോ എന്നൊക്കെ പേടിച്ച് വെപ്രാളപ്പെട്ട് ഭയപ്പെട്ട് പബ്ലിസിറ്റി കൊടുത്ത് അവിടെ പോയി ഇരുന്ന ആളുടെ പേരാണ് VS അച്യുതാനന്ദൻ. അങ്ങനെയുള്ള VS അച്യുതാനന്ദൻ്റെ സ്മാരകം പാടില്ലെന്നാണ് PK ചന്ദ്രാനന്ദൻ്റെ കുടുംബം പറയുന്നത്. അപ്പം നമുക്ക് ചോദിക്കാം, അവിടെ കുറേ ആളുകൾ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പേരുകൾ എഴുതി വെച്ചിരിക്കുന്നതിൽ ആരെങ്കിലും ഒരാൾ, ഈ കുടുംബക്കാരെന്ന് പറയാൻ തയ്യാറാവട്ടെ, അതിൽ ആരെങ്കിലും ഒരാൾ TV തോമസ്, P കൃഷ്ണപിള്ള എന്ന് തുടങ്ങിയ നിരവധി ആളുകൾ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരിൽ ആരാ പുന്നപ്ര വയലാർ സമരത്തിലുള്ളത്? എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, ഈ പറയുന്ന 14 പേരിൽ ഒരാൾ പോലും പുന്നപ്ര വയലാർ സമരത്തിലില്ല. ഞാൻ പേരുകൾ ഇട്ട് പറയാം ഓരോരുത്തരെയായിട്ട്. ആദ്യത്തെ ആൾ P കൃഷ്ണപിള്ളയുടെ പുന്നപ്ര വയലാർ സമരത്തിലുള്ളത്. അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഇല്ല എന്ന് മാത്രമല്ല, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ പേര് അതിനകത്ത് ഇല്ല കേട്ടോ. പക്ഷേ ഈ ശങ്കരൻ നമ്പൂതിരിപ്പാട് പുന്നപ്ര സമരത്തിനെതിരായിരുന്നു. ആ സമരത്തിനെതിരായിരുന്നതിൻ്റെ പേരിൽ 1946 ഒക്ടോബർ മാസം 24-ാം തീയതി പുന്നപ്രയിൽ നടക്കുന്ന സമരത്തിനോട് എതിർപ്പുള്ളതിൻ്റെ പേരിൽ 25-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് അവിടെ തൊട്ടടുത്തുള്ള പുന്നപ്രയിൽ തന്നെയുള്ള യോഗക്ഷേമ സഭയുടെ യോഗത്തിൽ വന്ന് ഈ പറയുന്ന എങ്ങനെ നമ്പൂതിരി എങ്ങനെ മനുഷ്യനാക്കാമെന്ന് പ്രഭാഷണം നടത്തിയ ആളുടെ പേരാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ശങ്കരൻ നമ്പൂതിരിപ്പാട് അന്ന് തന്നെ പുന്നപ്ര സമരത്തിനെതിരാ. ഒരക്ഷരം തൊട്ട് തലേദിവസം നടന്നിട്ടുള്ള പുന്നപ്ര സമരം, നിരവധി ആൾ മരിച്ചു വീണ സമരം, ആ സമരത്തെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാൻ തയ്യാറില്ലായിരുന്ന ആളുടെ പേരാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഇവരെല്ലാന്ന് പറയട്ടെ. ഇന്ന് മാത്രമല്ല, VS അച്യുതാനന്ദൻ്റെ സ്മാരകം പാടില്ല എന്ന് പറഞ്ഞ് CPI-ക്കാർ ആദ്യം. ആ CPI-ക്കാർ പറഞ്ഞ സമയത്ത് ഇവർ പറഞ്ഞു, എന്നാൽ TV തോമസിനെ വെച്ചോളാൻ പറഞ്ഞു. എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോടുള്ള എൻ്റെ ചോദ്യമുള്ളത്, എവിടെയാണ് TV തോമസിന് പുന്നപ്ര സമരത്തിൽ പങ്കുള്ളത്? യാതൊരു പങ്കുമില്ല. ഇവർ പുന്നപ്ര സമരത്തിന് നായകൻ എന്നൊക്കെ പുള്ളി വിളിക്കുന്നുണ്ട്. പുള്ളി അറസ്റ്റ് ചെയ്തതെന്നാ? പുന്നപ്ര സമരം നടക്കുന്ന 24-ാം തീയതി കഴിഞ്ഞിട്ട് പുള്ളി അറസ്റ്റ് ചെയ്യുന്നത് 30-ാം തീയതിയാണ്. എന്തുകൊണ്ട് 6 ദിവസം അറസ്റ്റ് ചെയ്തില്ല? അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം, പുന്നപ്രയിൽ സമരം നടക്കുന്ന അതേ സമയത്ത് 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന മാർച്ചിൻ്റെ അതേ സമയത്ത് അവിടെയുള്ള റിസോർട്ടിലിരുന്നു കൊണ്ട് അവിടെയുള്ള SP ആയിരിക്കുന്ന വൈദ്യലിംഗ അയ്യരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു TV തോമസ്. TV തോമസ് ചർച്ച നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് പുന്നപ്ര സമരവുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ബന്ധവുമില്ലാത്ത TV തോമസിൻ്റെ സ്മാരകം ഉണ്ടാക്കിക്കൊള്ളാൻ എന്താ കാരണം? വേറെ പുന്നപ്ര സമരമായിട്ട് ബന്ധമില്ലാത്ത അച്യുതാനന്ദൻ്റെ സ്മാരകം ഉണ്ടാക്കണം. ഇതാണ് PK ചന്ദ്രാനന്ദൻ്റെ കുടുംബത്തിൻ്റെ വേവലാതി. അപ്പോൾ എനിക്ക് മറിച്ചൊരു ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. ഈ PK ചന്ദ്രാനന്ദന് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. PK ചന്ദ്രാനന്ദന് ബന്ധമില്ല. ഈ വീട്ടുകാരൊന്ന് കേസ് കൊടുക്കട്ടെ, ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്ക്, ഞാനത് കോടതി തെളിയിക്കാം. അദ്ദേഹത്തിന് യാതൊരു ബന്ധവും പുന്നപ്ര സമരവുമായിട്ടില്ല. കാരണം പുന്നപ്രയിൽ സമരത്തിന് വേണ്ടി തയ്യാറെടുത്ത് വന്നിട്ടുള്ള ഒരു 7000-ഓളം വരുന്ന ജനക്കൂട്ടമുണ്ട്. ഈ വരുന്ന ജനക്കൂട്ടത്തിൻ്റെ പിന്നിലുള്ള സമരം എങ്ങനെയാണ്? സമരത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്? അതൊരു തൊഴിലാളി സമരമായിരുന്നോ? മറിച്ചൊരു കല്യാണത്തിൻ്റെ വഴിതെറ്റിപ്പോയിട്ടുള്ള കല്യാണത്തെ കുറിക്കുന്ന അതിനുവേണ്ടി എതിരായിട്ടുള്ള സമരമായിരുന്നില്ലേ? 2 ആളുകൾ തമ്മിൽ, ഒരു എസ്തപ്പാനും കൊച്ചു ത്രേസ്യയും തമ്മിലെ കല്യാണം മുടങ്ങുന്നു. ആ കല്യാണം മുടങ്ങിയ സമയത്ത് കൊച്ചു ത്രേസ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ സമ്പന്നയായിരിക്കുന്ന
ആ യുവതിയുടെ വീട്ടുകാരായിരിക്കുന്ന ലത്തും കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രകടനമായിട്ട് എസ്തപ്പാൻ്റെ വീട്ടിലേക്ക്, എസ്തപ്പാൻ്റെ വീടിൻ്റെ ഔട്ട് ഹൗസ് എന്ന് പോലീസ് സ്റ്റേഷനാണ്, അങ്ങോട്ടേക്ക് യാത്ര നടത്തി. ആ യാത്ര നടത്തുന്ന സമയത്ത് ചില ആളുകൾക്ക് യാത്രയിൽ കൂടി അവിടെയുള്ള കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു. കള്ള് ഷാപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ 1-2 പേര് കൂടിയിരുന്നു. അയാളുടെ പേരുകൾ ഞാൻ 2 പേര് ഞാൻ മറന്നുപോയി. അതിൽ ആദ്യത്തെ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളാണ് ഈ കള്ളു കുടിച്ച് കഴിഞ്ഞാൽ പഴയ ചവിട്ട് നാടകക്കാരനാ. ആ ചവിട്ട് നാടകക്കാരൻ അതിൻ്റെ ജാഥയുടെ മുമ്പിൽ കിടന്നിട്ട് ചവിട്ട് നാടകം കളിച്ചു. അവിടെ ആളുകൾ അങ്ങോട്ട് കൂടാൻ തുടങ്ങി. വേറെ ആളുണ്ടായിരുന്നു, അയാളുടെ കയ്യിലായിരുന്നു, അയാൾ തെങ്ങേറ്റക്കാരനാ. ആ തെങ്ങേറ്റക്കാരനായതിൻ്റെ പേരിൽ അയാളുടെ കയ്യിൽ മറ്റേ വാക്കത്തി ഉണ്ടായിരുന്നു. അയാൾ ആ വാക്കത്തിയായിട്ട് പോയി. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെയുള്ള മൈതാനത്ത് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ആരാ സംസാരിച്ചത്? ചന്ദ്രാനന്ദനാണ്. ചന്ദ്രാനന്ദൻ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ വരുമെന്ന് ഇവരൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ചന്ദ്രാനന്ദൻ പ്രകടനത്തിന് മുന്നോട്ട് നയിച്ചില്ല. ആ പ്രകടനത്തിന് മുന്നിൽ പോയത് ഈ പറയുന്ന ചുമട്ടുന്ന സാധാരണ തൊഴിലാളികൾ മാത്രമായിരുന്നു. ചന്ദ്രാനന്ദൻ പോയില്ല എന്ന് മാത്രമല്ല, ചന്ദ്രാനന്ദൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. ഇവർ ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ ഇത് ഗ്രന്ഥത്തിലുണ്ട്. ഞാൻ പറയല്ലോ, ഒന്ന് KC ജോർജിൻ്റെ പുസ്തകം വായിച്ചു നോക്ക്, അല്ലെങ്കിൽ D സൂദൻ്റെ പുസ്തകം വായിച്ചു നോക്ക്. ആ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് PK ചന്ദ്രാനന്ദന് പുന്നപ്ര സമരത്തിൽ ഒരു പുലബന്ധം പോലുമില്ല. ഞാൻ KR ഗൗരിയമ്മയെ കാണാൻ വേണ്ടി പോയിരുന്നു. ഗൗരിയമ്മയോട് ചോദിച്ചു ഞാൻ, അമ്മ ഇങ്ങനെ വയലാറിൻ്റെ റാണിയാണല്ലോ. KR ഗൗരിയമ്മ പറഞ്ഞു, അതാ പ്രാന്തന്മാർ പറയുന്നതെന്നാ പറഞ്ഞേ. പ്രാന്തന്മാരെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചാണ്. എനിക്ക് അവിടെ വയലാർ സമരവുമായിട്ട് ഒരു ബന്ധവും എനിക്കില്ല. മറിച്ച് അപ്പം ഞാൻ ചോദിച്ചു, TV തോമസിന് പുന്നപ്ര സമരത്തിൽ TV തോമസ് സാറിന് നല്ല പങ്കുണ്ടല്ലോ എന്ന് ചോദിച്ചു. അയാൾക്കൊരു പങ്കുമില്ല. അയാൾ ആ സമയത്ത് റിസോർട്ടിൽ നിന്നുകൊണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെ അയാൾ പോലീസ് അറസ്റ്റ് ചെയ്യില്ലായിരുന്നോ? അയാളെ അറസ്റ്റ് ചെയ്ത് ഇത്രയും കൊലപാതകങ്ങളൊക്കെ മരണങ്ങളൊക്കെ നടന്ന സമയത്ത് ഒരു പോലീസിൻ്റെ സബ് ഇൻസ്പെക്ടർ പോലും കൊല ചെയ്യപ്പെട്ടോടെ ഒരു നാടാര്. ആ നാടാര് വെട്ടിയത് ഈ പറയുന്നത് നേരത്തെ പറഞ്ഞ യോഗത്തിൽ കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളെ വെട്ടിയത്. ആ വെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അടക്കമുള്ള ആളുകൾ എന്നിട്ട് പോലീസ് TV തോമസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതെല്ലാം പറയുന്നത് KR ഗൗരിയമ്മ പറയുന്നതാണത്. അപ്പം ഗൗരിയമ്മയെ ഞാൻ നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു പങ്കും ഇവർക്കാർക്കും പുന്നപ്ര സമരത്തിലില്ല. പുന്നപ്ര സമരം എന്ന് പറയുന്നതിനകത്ത് ഒരു തൊഴിലാളി സമരമല്ലാതെ അതൊരു കല്യാണം മുടക്കിയതിൻ്റെ പശ്ചാത്തലത്തിലുള്ള സമരമാണ്. ആ സമരത്തിന് ജാഥയല്ല പോയത്, ഒരാൾക്കൂട്ടം മാത്രമാണ് പോയത്. അത് കടന്നു ചെന്ന സമയത്ത് ഈ പറയുന്ന നാടാരെന്ന് പറയുന്ന പോലീസിൻ്റെ സബ് ഇൻസ്പെക്ടറോ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വരരുത്, നമ്മൾ തമ്മിൽ യാതൊരു തർക്കവുമില്ല, നമ്മൾ തമ്മിൽ സംഘർഷം ഉണ്ടാവാൻ വേണ്ടി പാടില്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്. ഇത് രവിവർമ്മ തമ്പുരാൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മലയാള മനോരമയുടെ ആലപ്പുഴ ബ്യൂറോ ചീഫായിരുന്ന രവിവർമ്മ തമ്പുരാൻ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് ഈ സംഭവം. മറിച്ച് നാടാര് പറയുന്നത്, ഇന്ന് പുന്നതമ്പുരാൻ്റെ പിറന്നാളാണ്, ഒക്ടോബർ മാസം 24-ാം തീയതി, അതുകൊണ്ട് നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്, നിങ്ങൾ പിരിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ട സമയത്ത് അതിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് കള്ളറ്റിൻ്റെ മറവിൽ മാത്രം, മദ്യത്തിൻ്റെ മറവിൽ ഈ പറയുന്ന ആളെ, അയാൾക്കൊരു വെട്ടുന്ന ആളുകളാണ് ഇവർ. അങ്ങനെ വെട്ടുകൊണ്ടിട്ടാണ് ഈ പറയുന്ന SI മരിക്കുന്നത്. പിന്നെ പോലീസ് വെടിവെച്ചതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നിരവധി ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. എത്ര ആളുകളെന്നൊരു കണക്കാരങ്ങയില്ല. CPM-കാർക്കില്ല. ചിലർ പറയുന്നത് 28 പേര് മരിച്ചു, ചിലർ 38 പേര് മരിച്ചു, ചിലർ 16 പേരാ മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാണെങ്കിലും ആളുകൾ മരിച്ചു എന്നുള്ള വസ്തുതയാണ്. EMS പിറ്റേഴ്സോടൊപ്പം പ്രസംഗിച്ചു എന്നുള്ള വസ്തുതയാണ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാവുന്നത്, ഈ സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു പത്രോസ് ഉണ്ട്. അയാളുടെ പേര് കുന്തക്കാരൻ പത്രോസ് എന്നാണ്. ആ പത്രോസിൻ്റെ പിന്നെയുള്ള ജീവിതം പഠിക്കേണ്ടതാണ്. ആ പത്രോസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പുള്ളി അവിടെ തഴപ്പായ വിറ്റ് നടന്നുകൊണ്ട്, പനമ്പിൻ്റെ പായ വിറ്റ് നടന്നിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു എക്സിബിഷൻ വെച്ചിരുന്നു അവിടെ പുത്തിരിക്കണ്ടം മൈതാനത്ത്. ഒരു 6 മാസം കഴിഞ്ഞ്, അല്ല കുറച്ച് നാൾ കഴിഞ്ഞ സമയത്താണ്, 1957 അന്ന് EMS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. EMS ആണ് ഉദ്ഘാടനം ചെയ്തത്. ആ സമയത്ത് EMS എല്ലാ സ്റ്റാളുകളും വിസിറ്റ് ചെയ്തു. കുന്തക്കാരൻ പത്രോസിൻ്റെ മുന്നിലെത്തിയ സമയത്ത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പുറകോട്ട് തിരിഞ്ഞു നടന്നു. ഒരു തൻ്റെ കണ്ണുകൊണ്ട് പോലും കുന്തക്കാരൻ പത്രോസിൽ നോക്കാതിരുന്ന മനുഷ്യൻ്റെ പേരാണ് അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നുള്ളത്. ഞാൻ ഒന്നുകൂടി അവസാനം പറഞ്ഞാൽ, ഈ പറയുന്ന പത്രോസിൻ്റെ ചരിത്രം പറയുന്നത്, പത്രോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ കുമ്മാടിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അവിടെയുള്ള SNDP യോഗത്തിൻ്റെ ശാഖാ ഓഫീസിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതദേഹം ഒരിക്കലും പുന്നപ്ര ചുടുകാട്ടിൽ അടക്കം ചെയ്യരുത്. അപ്പം എന്താ കാര്യം ചോദിച്ചോ പറയുന്നത്, ഞാൻ അവർക്കെതിരായിരുന്നു, അവരുടെ നടപടികളോടുള്ള എൻ്റെ സങ്കടം നിമിത്തം അവരുടെ ഈ ജീവിതത്തിൽ പലപ്പോഴും കലഹിച്ചിട്ടുണ്ട്. ഇനി മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്താൽ
അവിടെയാണ് ടി വി തോമസും അവിടെ അല്ല, അന്ന് ടി വി തോമസ് മരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. മറ്റുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല കിഷോറിൻ്റെ അടക്കമുള്ള ആളുകളുണ്ട്. ഇവരുടെയൊക്കെ മൃതദേഹം അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഞാൻ അവിടെ കിടന്നുകൊണ്ട് എനിക്ക് എൻ്റെ മൃതദേഹത്തിന് അവരുമായിട്ട് മല്ലടിക്കാൻ വയ്യ എന്ന് പറഞ്ഞത് കുന്തക്കാരൻ പത്രോസാണ്. കൊമ്മാടിയിലെ SNDP യോഗത്തിൻ്റെ ശ്മശാനം, അവിടെ എന്നെ അടക്കം ചെയ്താൽ മതിയെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങൾ വായിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. മലയാള മനോരമ 2023 ഇറക്കിയിട്ടുള്ള ദിനപത്രത്തിൻ്റെ സൺഡേ സപ്ലിമെൻറ്റിനകത്തും അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പുന്നപ്ര സമരത്തിനകത്ത് ടി വി തോമസിന് പങ്കില്ല, പുന്നപ്ര സമരത്തിനകത്ത് VS അച്യുതാനന്ദന് പങ്കില്ല, പുന്നപ്ര സമരത്തിനകത്ത് ഈ പറയുന്ന മറ്റേ PK ചന്ദ്രാനന്ദന് പങ്കില്ല. ആർക്കും പങ്കില്ലാത്ത സർവ്വസാധാരണക്കാരനെ കൊലയ്ക്ക് കൊടുത്ത കേരളം കണ്ട നീചമായിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ പേരാണ് പുന്നപ്ര സമരം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പമുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചെയ്യണേ.